ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു പെപ്പ്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിലബസ് ഡിസ്കഷനകത്തേക്കാണ് വരുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സൈക്കോളജി അല്ലെങ്കിൽ MSc അപ്ലൈഡ് സൈക്കോളജി എഴുതുന്നവർ അല്ലെങ്കിൽ ഈ പറയുന്ന സൈക്കോളജി ഈ PG ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ എഴുതുന്നൊരു എക്സാമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടുത്തെ ക്യാമ്പസിലെ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള എക്സാമാണ് നമുക്കറിയാം CUCAT എന്ന് പറഞ്ഞത് അല്ലേ. CUCAT എന്നുള്ളത് ഇപ്പോൾ എന്താണ് അപ്ലിക്കേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്ലിക്കേഷൻ വീണ്ടും അവർ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക, CUCAT എന്നിട്ട് 2024 അപ്ലിക്കേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വരുന്ന 28-ാം തീയതിയാണ് എക്സാമിനേഷൻ. ഓർത്ത് വെക്ക്, 28-ാം തീയതി ആയിരിക്കും എക്സാമിനേഷൻ. ഈ വരുന്ന 12-ാം തീയതി വരെ നമുക്ക് എന്തുണ്ട്, അപ്ലിക്കേഷൻ ഉണ്ട്. 12-ാം തീയതി അപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും അപ്ലൈ ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. യെസ്, എല്ലാവരും വീണ്ടും പറയുന്നു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാവർക്കും പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല പേരുള്ള അല്ലെങ്കിൽ പറയുന്ന ഒരു ടൈറ്റിലുള്ള ഒരു കോഴ്സ് സബ്ജക്റ്റാണ് MSc അപ്ലൈഡ് സൈക്കോളജി പഠിക്കുന്നവർക്ക് എപ്പോഴുള്ള ഒരു ഡിമാൻഡാണ് MSc അപ്ലൈഡ് സൈക്കോളജി പഠിക്കുക എന്നുള്ളത്. അതിൽ കേരളത്തിലുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ MSc അപ്ലൈഡ് സൈക്കോളജി എന്നുള്ളത്. ഓക്കെ, അപ്പം ആപ്ലിക്കേഷൻ ഓപ്പൺ ആണ്, എല്ലാവരും അപ്ലൈ ചെയ്യുക. ദെൻ ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലരും പല വെബ്സൈറ്റിനകത്തും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടായിരിക്കും എന്തായിരിക്കും യൂണിവേഴ്സിറ്റി സിലബസ്, എന്തായിരിക്കും കാലിക്കറ്റ് എക്സാമിന് വേണ്ടി ഇങ്ങനെ പ്രത്യേകം പ്രിപ്പയർ ചെയ്യണോ എന്നൊക്കെ രീതിയിലുള്ള സംശയങ്ങൾ പലപ്പോഴും ഉണ്ടായിരിക്കും. യെസ്, പ്രത്യേകിച്ച് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ CUT പ്രിപ്പയർ ചെയ്ത പോലെ തന്നെ ഒന്ന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു എക്സാം തന്നെയാണ് ഈ പറയുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. പലരും കേരളത്തിൽ പുറത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ കാലിക്കറ്റാണ് കേരളത്തിലെ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ സൈക്കോളജി പഠിക്കാനെന്ന് പറയാണ്. ദെൻ നമുക്കറിയാം ആകെ 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കും. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അവൈലബിൾ ആണ്. കാലിക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. അതിനകത്ത് 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 100 MCQs ആയിരിക്കും കേട്ടോ. 100 MCQs, ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഉണ്ടായിരിക്കില്ല. ദെൻ അതിന് ശേഷം സെലക്ഷൻ ലിസ്റ്റ് വന്നതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യും, ഒരു ഇൻ്റർവ്യൂ നടക്കും. അതിന് 20 മാർക്കിന് ഇൻ്റർവ്യൂ അടക്കം ഒരു 120 മാർക്കിന്. ഇതാണ് അവിടെ അവസാനം വന്നിട്ടുള്ള പ്രോസ്പെക്ട്സിനകത്ത് പറയുന്ന എക്സാമിൻ്റെ ഒരു സിലബസ്, എക്സാമിൻ്റെ ഒരു എങ്ങനെയായിരിക്കും എക്സാം സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ 100 മാർക്കിൻ്റെ MCQയും അതുപോലെ തന്നെ 20 മാർക്കിൻ്റെ എന്തുണ്ടായിരിക്കും, ഒരു ഇൻ്റർവ്യൂ കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, ഇൻ്റർവ്യൂ പൊതുവെ അത്ര വലിയ ടഫായിട്ടുള്ള ഇൻ്റർവ്യൂ ഒന്നുമല്ല, പക്ഷേ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ജനറൽ സാധനങ്ങളെ കുറിച്ചൊക്കെ ഒരു മൊത്തത്തിലുള്ളൊരു ഇവാലുവേഷൻ ആയിരിക്കും ഇൻ്റർവ്യൂവിനകത്ത് ഉണ്ടായിരിക്കുക. ഓക്കെ, സിലബസ് പലരും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഏതായിരിക്കും അങ്ങനെയാണ് ഈ കാലിക്കറ്റിന് പഠിക്കേണ്ട സിലബസ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന കാലിക്കറ്റിൽ 3 വർഷം ഡിഗ്രി ചെയ്ത കുട്ടികളെ അവരുടെ 6 സെമസ്റ്ററിനകത്തുള്ള പേപ്പറുകളായിരിക്കും എന്തായിട്ട് വരിക, സിലബസ് ആയിട്ട് വരിക എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന ഇൻഫർമേഷൻ. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണ് പലർക്കും അറിയുന്നുണ്ടായിരിക്കും, പലർക്കും അറിയാത്തതുണ്ടായിരിക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പഠിക്കാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും കാലിക്കറ്റ് എക്സാമിന് ഫോക്കസ് ചെയ്യുന്നത്. അവർക്ക് മുന്നിലാണ് ഇന്ന് വരുന്ന പ്രധാനപ്പെട്ട ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസിൻ്റെ ഒരു വാലുവേഷനാണ്. ജസ്റ്റ് കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും, എല്ലാവരും കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ കൃത്യമായിട്ട് ഏതൊക്കെ ഏരിയകളാണ് കവർ ചെയ്ത് ജസ്റ്റ് പറഞ്ഞു പോവുള്ളൂ. പക്ഷേ നിങ്ങൾ ജസ്റ്റ് നോക്കുക ഏതെല്ലാമാണ് 6 സെമസ്റ്ററിനകത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കകത്ത് ഇതാണ്. കാരണം പുതുതായിട്ട് വരാൻ പോകുന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം 4 ഇയർ ഡിഗ്രി ആവുന്ന സമയത്ത് ഈ പറയുന്ന ഈ കേരളത്തിലാകമാനമുള്ള മിക്കവാറും സിലബസുകളെല്ലാം ഏകീകരിക്കാനുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരിക്കും. എനിവേ നമുക്ക് നോക്കാം ഈ വർഷം എങ്ങനെയായിരിക്കും നമുക്ക് എൻട്രൻസ് എക്സാമിൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത നോക്കാം. അതിനുശേഷം നമുക്ക് വരുന്ന വീഡിയോകൾ നമുക്ക് എന്ത് ചെയ്യാം, വരുന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഇവാലുവേഷൻ നടത്താം. യെസ്, ഒന്നാമത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ബേസിക് തീംസ് ഇൻ സൈക്കോളജി എന്നുള്ള ചാപ്റ്റർ ഒന്നാമത്തെ സെമസ്റ്ററിനകത്ത് പഠിക്കണം. ബേസിക് തീംസ് ഇൻ സൈക്കോളജി, അതിനകത്ത് നമ്മൾ എന്ത് പഠിക്കും, ഇൻട്രൊഡക്ഷൻ പഠിക്കേണ്ടത്. അതായത് നമ്മൾ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ച് ഓഫ് സൈക്കോളജിയിൽ ഡെഫിനിഷന് ഏർലി തോട്ട്സ്, ഇന്ത്യൻ തോട്ട്സ്, അതുപോലെ അടക്കമുള്ള ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി ആൻഡ് ഫിലോസഫിക്കൽ വ്യൂ പോയിന്റ്, ദെൻ മെത്തേഡ്സ് ഓഫ് സൈക്കോളജി, ഇത്തരം കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ട് നോക്കുന്നുണ്ടായിരിക്കാം. നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഹിസ്റ്ററി അല്ലെങ്കിൽ പറയുന്ന ഇൻട്രൊഡക്ഷൻ സൈക്കോളജി പറയുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളായിരിക്കും ഒന്നാമത്തെ ചാപ്റ്ററിനകത്ത് ഉണ്ടായിരിക്കാം. ഒന്നാമത്തെ സെമസ്റ്റർ. രണ്ടാമത് അറ്റൻഷൻ ആൻഡ് പെർസെപ്ഷൻ. നമുക്ക് അറ്റൻഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാം. അറ്റൻഷൻ ആൻഡ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ, അതായത് ജസ്റ്റാൾട്ട് പെർസെപ്ഷൻ ഓർഗനൈസേഷൻ, ദെൻ വിഷ്വൽ ആലൂസിനേഷൻ റിലേറ്റഡ് സാധനങ്ങൾ, കളർ വിഷൻ റിലേറ്റഡ് സാധനങ്ങൾ, ഓക്കെ, ഇല്യൂഷൻ റിലേറ്റഡ് സാധനങ്ങൾ, ആൻഡ് പെർസെപ്ഷൻ ഓർഗനൈസേഷൻ. ഓക്കെ, ഇതൊക്കെയായിരിക്കും സെൻസേഷൻ പെർസെപ്ഷനകത്ത് ചോദിക്കുന്ന അറ്റൻഷൻ പെർസെപ്ഷൻ പേരെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ള സൈക്കോ ഫിസിക്സ് അടക്കമുള്ള അറ്റൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അറ്റൻഷൻ തിയറി അടക്കമുള്ള സെൻസറി അഡാപ്റ്റേഷൻ അടക്കമുള്ള സെൻസറി ത്രഷോൾഡ് അടക്കമുള്ള ദെൻ
പെർസെപ്ഷൻ ഓർഗനൈസേഷൻ, വിഷ്വൽ ഇല്യൂഷൻ ആൻഡ് കളർ വിഷൻ തിയറീസും ഓഡിറ്ററി പെർസെപ്ഷൻ തിയറീസും അടക്കമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അറ്റൻഷൻ പെർസെപ്ഷൻ സാധ്യതയുള്ളത്. ദെൻ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് അല്ലെങ്കിൽ SOC നമ്മൾ പറയുന്ന പൊതുവെ ഒരു എക്സാം ചോദിക്കാത്ത, നമ്മളെ CUT പോലുള്ള എക്സാമിനൊന്നും ചോദിക്കാത്തൊരു ഏരിയയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ഏതൊക്കെയെന്ന് വെച്ചാൽ എന്താണ് കോൺഷ്യസ്നസ് എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കും. എന്താണ് സ്ലീപ്പ് റിലേറ്റഡ് സാധനങ്ങൾ. ദെൻ ഡ്രീംസ് എന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ദെൻ ആൾട്ടർഡ് സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നസ്, അതായത് നമ്മൾ ഹിപ്നോസിസ് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും ദെൻ ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഡ്രഗ്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ. ദെൻ ലേണിംഗ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. ലേണിംഗ് നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ തന്നെ പഠിക്കുന്നുണ്ട്. ആ ലേണിങ്ങിനകത്ത് എന്താണ് ലേണിംഗ്, നേച്ചർ ഓഫ് ലേണിംഗ്, ദെൻ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഒപ്പാരൻ കണ്ടീഷനിങ്, അപ്ലിക്കേഷൻസ് ഓഫ് ക്ലാസിക്കൽ ആൻഡ് ഒപ്പാരൻ കണ്ടീഷനിങ് ആൻഡ് കോഗ്നിറ്റീവ് ലേണിംഗ്, അതായത് ഒബ്സർവേഷൻ ലേണിംഗ്, അതുപോലെ തന്നെ മോഡലിംഗ് അടക്കമുള്ള കോഗ്നിറ്റീവ് മാപ്പ് അടക്കമുള്ള ലെറ്റിൻ ലേണിംഗ് അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കും ലേണിംഗ് എന്ന ചാപ്റ്ററിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ളത്. യെസ്. അടുത്തൊരു ഏരിയയാണ് രണ്ടാമത്തെ ബേസിക് തീംസ് ഇൻ സൈക്കോളജി പാർട്ട് 2. ഓക്കെ. പാർട്ട് 2-നകത്ത് എന്തായിരിക്കും മീൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും എല്ലാവർക്കും, പക്ഷേ നിങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് അത് എൻട്രൻസിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളത്. ഓക്കെ. ബേസിക് തീംസ് ഓഫ് സൈക്കോളജി പാർട്ട് 2-നകത്ത് എങ്ങനെയായിരിക്കുക, അതിന് ഒന്നാമതൊരു കോഗ്നിറ്റീവ് സൈക്കോളജിക്കകത്തുള്ള ക്വസ്റ്റ്യൻസ്, കോഗ്നിറ്റീവ് പ്രോസസ് അടക്കമുള്ള, അതായത് എന്താണ് തോട്ട്, റീസണിങ്, പ്രോബ്ലം സോൾവിങ് അടക്കമുള്ള ക്രിയേറ്റീവ് തിങ്കിങ് അടക്കമുള്ള ഡിസിഷൻ മേക്കിംഗ് അടക്കമുള്ള ഭാഗങ്ങളൊന്നും അതിൻ്റെ അപ്രോച്ചുകളെ കുറിച്ചും ഈ പറഞ്ഞ സ്ട്രാറ്റജീസും അതുപോലെ തന്നെ അൽഗോരിതം, അതുപോലെ തന്നെ ഹ്യൂറിസ്റ്റിക്സ് അടക്കമുള്ള അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് ബന്ധപ്പെട്ട സ്റ്റെപ്പ് അടക്കമുള്ള പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ഹഡിൽസ് നമുക്ക് അല്ലെങ്കിൽ ബാരിയേഴ്സ് ഓഫ് പ്രോബ്ലം സോൾവിങ് അടക്കമുള്ള ഫംഗ്ഷണൽ ഫിക്സ് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടല്ലോ, അത്രയും ക്വസ്റ്റ്യൻസിനെല്ലാം തന്നെ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഹ്യൂറിസ്റ്റിക്സ് ചോദിക്കാം ആൻഡ് ഹ്യൂറിസ്റ്റിക് ആൻഡ് ജഡ്ജ്മെന്റുള്ള ക്വസ്റ്റ്യൻസ്, തിങ്കിങ്, ഡൈവേർജന്റ് ആൻഡ് കൺവേർജന്റ്. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി മനസ്സിലാവും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില ഏരിയകളുണ്ട്. അത്രയും കാര്യങ്ങൾ തന്നെയായിരിക്കും ഇവിടെ എന്തൊക്കെയാ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത്. ദെൻ ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് റീസണിങ് സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റും അടക്കമുള്ള സാധനങ്ങൾ, നമ്മളെ തിങ്കിങ്ങിൻ്റെ ലാംഗ്വേജ് റിലേറ്റഡ് തിങ്കിങ്ങും അടക്കമുള്ള തിയറീസ്, അതായത് നമുക്ക് വോർഫിൻ്റെ തിയറീസ്, നോംചോസ്കി റിലേറ്റഡ് തിയറീസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ മെമ്മറി അടുത്ത ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് മെമ്മറി എന്നുള്ള ഭാഗം. ദെൻ മെമ്മറിക്കകത്ത് പ്രധാനമായിട്ടും മോഡൽസ് തന്നെയാണ്. ഒന്നാമത്തെ പ്രോസസ് ചോദിക്കാം, എന്തൊക്കെയാണ് എൻകോഡിങ്, കാലിക്കറ്റിൻ്റെ ഏതൊരു പേപ്പർ നോക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ ചിലപ്പം ഈ എൻകോഡിങ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ. ദെൻ അറ്റ്കിൻസൺ ഷിഫ്രി മോഡലാണ് പ്രധാനമായിട്ട് മോഡൽ പറയുന്നത്. ആ മോഡലിന് എല്ലാത്തിൻ്റെ ബാക്കിയുള്ള മോഡലുകളും വർക്കിംഗ് മെമ്മറി മോഡൽ, മലമ്പാഡിൻ്റെ മോഡലൊക്കെ എന്ത് പറയുന്നുണ്ട്. വർക്കിംഗ് മെമ്മറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെമ്മറികൾ, ഷോർട്ട് മെമ്മറി, ലോങ് ടൈം മെമ്മറി, അതായത് അറ്റ്കിൻസൺ ഷിഫ്രി മോഡലിനകത്തുള്ള ഡിഫറെൻറ്റ് മെമ്മറികൾ ഉണ്ടല്ലോ, സെമാറ്റിക് മെമ്മറി, എപ്പിസോഡിക് മെമ്മറി അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ, അതായത് ഫ്ലാഷ് ബൾബ് മെമ്മറി, ടിപ്പ് ഓഫ് ദി ടങ് ഫിനോമിനൻ ആൻഡ് ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് വീണ്ടും പറയാം അത്രയും കാര്യങ്ങളൊക്കെ. ദെൻ സീരിയൽ ഫോർഗറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ദെൻ സീരിയൽ പൊസിഷൻ എഫക്റ്റുകൾ, നമ്മുടെ ഫാൾസ് മെമ്മറി, മെറ്റാ മെമ്മറി അടക്കമുള്ള സാധനങ്ങൾ. ദെൻ ഫോർഗറ്റിംഗ് വളരെ മെമ്മറി പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫോർഗറ്റിംഗ് ആൻഡ് കർവ് ഓഫ് ഫോർഗറ്റിംഗിൻ്റെ ആൻഡ് എബിംഗസിൻ്റെ സാധനങ്ങളെ കുറിച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള തിയറീസും, ദെൻ ഫോർഗറ്റിംഗ് ന്യൂമോണിക്സ് ടെക്നിക്കുകളെ കുറിച്ചും, ദെൻ ഫോർഗറ്റിംഗ് തിയറീസിനെ കുറിച്ച് വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ അടുത്തൊരു ഏരിയയാണ് മോട്ടിവേഷൻ എന്നുള്ളത്. മറ്റ് യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച് മോട്ടിവേഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതായത് മോട്ടിവേഷൻ മോഡൽസ് ഓഫ് മോട്ടിവേഷൻ, സോഴ്സ്, തിയറീസ് പ്രധാനമായി പറയുന്നത് നമ്മൾ ബയോളജിക്കൽ റിലേറ്റഡ് തിയറീസ് ആണ് ഇവിടെ പറയുന്നത്. ഡ്രൈവ് തിയറി, ഇൻസെൻറ്റീവ് തിയറി, ഹൈറാർക്കി നീഡ്സ് തിയറി ആൻഡ് അറോസൽ തിയറി, എക്സൻഡോർസൺ ലോ, ഗോൾ സെറ്റിംഗ് തിയറി ആൻഡ് എവല്യൂഷണറി തിയറി ആൻഡ് കോഗ്നിറ്റീവ് തിയറി, ബാലൻസ് തിയറി, കോഗ്നിറ്റീവ് ഡിസോണൻസ് തിയറി, ദെൻ എക്സ്പെക്റ്റൻസി തിയറി, അട്രിബ്യൂഷൻ തിയറി, അതായത് മിക്കവാറും എല്ലാ തിയറീസിനെ കുറിച്ചും പറയുന്നുണ്ട്. ദെൻ ടൈപ്സ് ഓഫ് മോട്ടീവ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ബയോളജിക്കൽ ലേൺഡ് മോട്ടീവ് ആൻഡ് മോട്ടിവേഷൻ, ഹങ്കർ, ഹീറ്റിംഗ് പോലുള്ള ബയോളജിക്കൽ ബേസ് ഓഫ് മോട്ടീവ്സും കാര്യങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. ദെൻ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷനുള്ള സാധനങ്ങളെ കുറിച്ച്, എങ്ങനെ മോട്ടിവേഷൻ അളക്കുക എന്നതിനെ കുറിച്ചുള്ള സാധനങ്ങളെ കുറിച്ചൊക്കെ ഇത് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരില്ല, പക്ഷേ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ദെൻ സെക്ഷൽ മോട്ടിവേഷൻ ആൻഡ് ഹോർമോൺ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇത്രയും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാൻ നിർബന്ധമൊന്നുമില്ല, പക്ഷേ ജസ്റ്റ് നോക്കി വെക്കാം. ദെൻ ഇമോഷൻ അത് നമുക്കറിയാം. ഇമോഷൻ ഇത് പഠിക്കാനുള്ളതാണ്. ഇമോഷണലിൻ്റെ എലമെൻറ്റ്സ് ഓഫ് ഇമോഷൻ, ഫിസിയോളജി, കോമ്പണൻസി, ഏതെല്ലാം ടൈപ്പ് ഓഫ് ഇമോഷനാണുള്ളത്, ഇമോഷനും ബ്രെയിൻ തമ്മിൽ റിലേഷൻ, അതായത് പോസിറ്റീവ് ഇമോഷൻ്റെ ഭാഗം ഏതാണ്, നെഗറ്റീവ് ഇമോഷൻ്റെ ഭാഗം ഏതാണെന്ന് സാധനങ്ങളെ കുറിച്ച്, ദെൻ അത്രയും സാധനങ്ങളെ കുറിച്ച് ചോദിക്കുന്നത്. തിയറീസ് ഓഫ് ഇമോഷൻ, ജെയിംസ് ലാങ്, കനോൺബാർഡ്. ദെൻ അതുപോലെ കോപ്പർ ആൻഡ് പോസ്റ്റ് തിയറി, കോഗ്നിറ്റീവ് അപ്രൈസൽ തിയറി ഓഫ് ഇമോഷൻ ആൻഡ് 2 ഫാക്ടർ തിയറി, സ്കാറ്റർ സിംഗറിൻ്റെ. അതുപോലെ ലസാരസൻ തിയറി, അപ്രൈസൽ, ഫേഷ്യൽ ഫീഡ്ബാക്ക് ഹൈപ്പോസിസ്. അതായത് ഇന്ത്യയിലുള്ള ഏതൊരു എൻട്രൻസിന് വേണ്ടി പഠിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിർബന്ധമായും റെഫർ ചെയ്യേണ്ട ഒരു സിലബസാണ് ബേസിക്കലി
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് എന്നാണ്. അവർ എല്ലാ ഏരിയകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ഏരിയകളെയും അവരെന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പേപ്പർ കൂടിയാണ്. മീൻസ് കേരളത്തിലെ മറ്റ് സിലബസുകൾ എടുത്ത് നോക്കുന്നതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിലബസാണ്. ഇപ്പോൾ അവിടെ PGയുടെ സിലബസ് ആണെങ്കിലും കുറച്ചുകൂടി വളരെ യുണീക്ക് ആയിട്ടുള്ള സിലബസ് ആയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് പറയാറുണ്ട്. കാരണം അവരെല്ലാ ഏരിയയും കവർ ചെയ്യുന്നുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അവിടെ UG തലത്തിൽ തന്നെ ഒരു എൻട്രൻസിന് വേണ്ടി പ്രാപ്തരാക്കാൻ കപ്പാസിറ്റി ഉള്ളൊരു സിലബസ് കൂടിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെത്. ദെൻ അടുത്ത സൈക്കോളജിക്കൽ മെഷർമെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ് എന്നുള്ളതാണ് അടുത്തൊരു മെയിൻ സൈക്കോളജി കോർ പേപ്പർ ആയിട്ട് വരുന്നത്. നമുക്കറിയാം 4 സെമസ്റ്ററിനകത്ത് ഈ പറയുന്ന നമ്മളെന്ത് ഒരു കോർ പേപ്പർ പഠിക്കും, അതിൻ്റെ കൂടെ 2 കോംപ്ലിമെൻ്ററി പേപ്പറും പഠിക്കും. ഈ പറഞ്ഞ 2 കോംപ്ലിമെൻ്ററി വളരെ ഇമ്പോർട്ടൻറ്റ്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ കോർ പേപ്പറിനെ കുറിച്ച് നമുക്ക് ആദ്യം ജസ്റ്റ് പറഞ്ഞു പോകാം. ദെൻ അതിന് ഇൻട്രൊഡക്ഷൻ ടു മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിംഗ് ടെക്നിക്കൽ ഡിഫറെൻ്റ് ആയിട്ട് നേരത്തെ പറഞ്ഞ ലെവൽസ് ഓഫ് മെഷർമെൻറ്റ്, അതുപോലെയുള്ള സാധനങ്ങൾ എന്താണ് ലെവൽസ് ഓഫ് മെഷർമെൻറ്റ്, കോൺസെപ്റ്റ്, സൈക്കോ ഫിസിക്സ് ഇവിടെയാണ് പറയുന്നത് കേട്ടോ. സൈക്കോ ഫിസിക്സ് ലോസ് ഒക്കെ ഈ പറയുന്ന സ്കെയിലിംഗ് ടെക്നിക്കിലാണ് പറയുന്നത്. ഈ നമ്മൾ പല ഭാഗത്തായിട്ട് എവിടെ പഠിക്കാറുള്ളത്, നമ്മുടെ സെൻസേഷൻ പെർസെപ്ഷനകത്ത് പഠിക്കുന്ന ഭാഗമാണ്. ദെൻ സൈക്കോ ഫിസിക്സ് സ്കെയിലിംഗ് മെത്തേഡിനെ കുറിച്ച് പറയുന്നത്. ഈ 2 സാധനങ്ങൾ അതിനകത്ത് പറയുന്നത്, ഒന്ന് നമ്മൾ ലെവൽസ് ഓഫ് മെഷർമെൻറ്റും, ഒന്ന് നമ്മൾ സൈക്കോ ഫിസിക്സുമായി ബന്ധപ്പെട്ട സാധനങ്ങളുമായിരിക്കും ഇതിലുണ്ടായിരിക്കാം. ദെൻ അടുത്തൊരു ഭാഗമാണ് നാച്ചുറൽ യൂസ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. എങ്ങനെയാണ് സൈക്കോളജി ടെസ്റ്റിൻ്റെ യൂസും അതിനെങ്ങനെയാണ് നാച്ചുറൽ എന്നുള്ളത്, അതിന് സൈക്കോളജി ടെസ്റ്റ് എന്താണ്, ടൈപ്സ് ഓഫ് ടെസ്റ്റ്, അതായത് ഡിഫറെൻറ്റ് നോക്കുക, ഒബ്ജക്റ്റിവിറ്റി, റിലയബിലിറ്റി, വാലിഡിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. ദെൻ നോംസ് ആൻഡ് പ്രാക്ടിക്കബിലിറ്റി. ഓക്കെ. ദെൻ എത്തിക്സ് ഇൻ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് നമുക്കറിയാം. ദെൻ ക്ലാസിഫിക്കേഷൻ സൈക്കോളജി ടെസ്റ്റ്, വെർബൽ ടെസ്റ്റ് എന്താണ്, നോൺ വെർബൽ ടെസ്റ്റ് എന്താണ്, ഗ്രൂപ്പ് ടെസ്റ്റ് എന്താണ്, പെർഫോമൻസ് ടെസ്റ്റ് എന്താണ്, കൾച്ചർ ടെസ്റ്റ് എന്താണ്, കൾച്ചർ ഫെയർ ടെസ്റ്റ് എന്താണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്നുള്ള ഭാഗമുണ്ടല്ലോ പേഴ്സണാലിറ്റിക്കകത്തും. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റുകളെ കുറിച്ച് നമുക്കറിയാം. അതുപോലെ തന്നെ ടെസ്റ്റ് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് സാധനങ്ങൾ, ടെസ്റ്റിൻ്റെ ഈവൻ സ്റ്റാൻഡർഡൈസേഷൻ റിലേറ്റഡ് സാധനങ്ങൾ, ഇത്രയും സാധനങ്ങളെ കുറിച്ചൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വരുന്ന ഈ ചാപ്റ്ററിനകത്താണ്, ഈ ഒരു മൊഡ്യൂളിനകത്താണ് വരുന്നത്. ഓക്കെ. ദെൻ അടുത്തൊരു ഭാഗമാണ് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. നേരത്തെ പറഞ്ഞ സാധനങ്ങൾ ഒരു അപ്ഡേറ്റഡ് സാധനങ്ങളായിരിക്കും. എങ്ങനെയാണ് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ സ്റ്റെപ്സ് എന്താണ് ഡീറ്റെയിൽ ആയി ചോദിക്കാൻ സാധ്യതയില്ല, പക്ഷേ ജസ്റ്റ് ആ ഓർഡർ കൊടുത്ത് വെക്കുക. ദെൻ അഡ്മിനിസ്ട്രേഷൻ, സ്റ്റാൻഡർഡൈസേഷൻ, റിലയബിലിറ്റി, വാലിഡിറ്റി, ടൈപ്സ് ഓഫ് വാലിഡിറ്റി, ടൈപ്സ് ഓഫ് റിലയബിലിറ്റി സാധനങ്ങളായിരിക്കും. ദെൻ നോംസ്, ഡിഫറെൻ്റ് ആയ നോംസുകൾ ഏതൊക്കെയാണ്, ക്രൈറ്റീരിയൻ, റെഫറൻസ്, നോംസ് ടൈപ്സ്, നോംസ്, പെർസെൻറ്റേജ്, സ്റ്റാൻഡേർഡ് സ്കോറിംഗ്, ഏജ് ഇക്വൽ, ഗ്രേഡ് ഇക്വൽ, അതായത് നമ്മൾ സൈക്കോ ടെസ്റ്റിങ്ങിനകത്ത് പഠിക്കുന്ന സാധനങ്ങളായിരിക്കും എന്ന് പറയുന്നുണ്ടായിരിക്കാം. ദെൻ അടുത്തൊരു ഏരിയയാണ് ബേസിക് സൈക്കോളജിക്കൽ റിസർച്ച് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതാണ് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കകത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നതുകൊണ്ട് തന്നെ ഈ പറയുന്നത് എന്താണ് റിസർച്ച്, എന്താണ് ഹൈപ്പോത്തിസിസ്, എന്താണ് വേരിയബിൾ, എന്താണ് സാമ്പിളിംഗ്, എന്താണ് ഡാറ്റ കളക്ഷൻ ടെക്നിക്ക്, ക്വസ്റ്റിനെയർ എന്താണ്, ഈ പറയുന്ന റിസർച്ച് റിപ്പോർട്ട് എങ്ങനെ ചെയ്യണം, APS സ്റ്റൈലിൽ സാധനങ്ങൾ എങ്ങനെയാണ്, അതൊന്നും ക്വസ്റ്റിനായിട്ടൊന്നും വരാറില്ല. പക്ഷേ ഈ പറയുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, ഡാറ്റ കളക്ഷൻ അടക്കമുള്ള സാധനങ്ങൾ, റിസർച്ച് പ്രോസസ് അടക്കമുള്ള എക്സ്പെരിമെൻ്റൽ, നോൺ എക്സ്പെരിമെൻ്റൽ മെത്തേഡ്, ഡിസ്ക്രിപ്റ്റീവ്, നോൺ ഡിസ്ക്രിപ്റ്റീവ്, ഹിസ്റ്റോറിക്കൽ എന്താണ്, അപ്ലൈഡ് വേഴ്സസ് റിസർച്ച് കുറിച്ചുള്ളത്. ദെൻ ഇത്രയും സാധനങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കും പൊതുവേ എന്തുണ്ട് വരിക, ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്. അതായത് ഹൈപ്പോത്തസിസ്, ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ്, ടൈപ്പ് ഓഫ് വേരിയബിൾ, എന്താണ് ഒരുപാട് വേരിയബിൾസും, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, കൺട്രോൾ വേരിയബിൾ, എക്സ്പീരിയൻസ് വേരിയബിൾ അടക്കമുള്ള ഒരുപാട് വേരിയബിളിനെ കുറിച്ചുണ്ടായിരിക്കും. ആ വേരിയബിളിനെ കുറിച്ചൊക്കെ പറയുന്നത് ഈ ഏരിയയിലായിരിക്കും. യെസ്. അടുത്തൊരു ഏരിയയാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണ്. ഈ ഒരു ഏരിയ നല്ല പോലെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ ഒരു ചാപ്റ്റർ കൃത്യമായിട്ട് എല്ലാവരും ഓർത്ത് വെക്കുക. അതെന്തൊക്കെയാണ്? അത് ഒന്നാമതാണ് ഇൻ്റലിജൻസ്. കാരണം ഇൻ്റലിജൻസ് പഠിക്കാൻ പോകുന്നത് എന്താണ് ഈ പറയുന്ന തിയറീസ് ഓഫ് ഇൻ്റലിജൻസ്, മോഡൽസ് ഓഫ് ഇൻ്റലിജൻസ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള 10-12 തിയറീസ് ഉണ്ട്. ആ തിയറീസിനെല്ലാം തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആ തിയറീസ് എല്ലാം തന്നെ ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. മിക്കവാറും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. എന്താണ് ആ ഇൻ്റലിജൻസ്, എങ്ങനെ നമുക്ക് അളക്കാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് ടെസ്റ്റുകൾ ബിനേഡ് മുതലിൽ ടെർമാൻ അടക്കമുള്ള സ്റ്റാൻഫോർഡ് ഇതുള്ള സെങ്കിൻ ബോഡി, ഇന്ത്യൻ മോഡൽ അടക്കമുള്ള സാധനങ്ങളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ട് ടെസ്റ്റ് ചോദിക്കാറുണ്ട്. ദെൻ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് എന്താ, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്താണ്, ടൈപ്സ് ഓഫ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റിനെ കുറിച്ച് ചോദിക്കാം. ദെൻ അതായത് ഡാറ്റ എന്താണ്, JTB എന്താണ്, അതുപോലുള്ള മോട്ടോ ഡെക്സ്ട്രിറ്റി ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിനൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ഓക്കെ. ദെൻ അടുത്തൊരു ഏരിയയാണ് പേഴ്സണാലിറ്റി. നമുക്കറിയാം മറ്റുള്ള ക്വസ്റ്റ്യൻസിന് കൺസെപ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി എന്താണ്, സൈക്കോ ഡൈനാമിക് അപ്രോച്ച്, ഫ്ലൂയിഡ് തിയറീസ് കാര്യങ്ങൾ, യുങ്ങിനെ കുറിച്ച് പറയുന്ന സാധനങ്ങൾ. ദെൻ ഹോണി അതായത് സൈക്കോ ഡൈനാമിക് തിയറീസിനെ കുറിച്ചാണ് പറയുന്നത്. ദെൻ ട്രൈറ്റൻ ടൈപ്പ് തിയറി, ഓക്കെ, ട്രൈറ്റൻ ടൈപ്പ് തിയറി ഏതും ആയിരിക്കാം. ദെൻ ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ്, റോജേഴ്സിൻ്റെ ആണെങ്കിലും മാസ്ലോവിൻ്റെ ഹ്യൂമനിസ്റ്റിക് തിയറി, അതായത് സൈക്കോ അനാലിസിസും സൈക്കോ ഡൈനാമിക്കും ട്രൈറ്റൻ ടൈപ്പ് തിയറിയും ദെൻ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിനെ കുറിച്ചാണ് പേഴ്സണാലിറ്റിക്കകത്ത് പറയുന്നത്. ദെൻ പേഴ്സണാലിറ്റി അളക്കുന്നത് ഒബ്ജക്റ്റീവ് ആൻഡ് പ്രൊജക്റ്റീവ് ടെക്നിക്കുകളെ കുറിച്ചാണ് പറയുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡുകൾ, TAT ആയിക്കോട്ടെ, റോഷാക്ക് ആയിക്കോട്ടെ, അതുപോലെ ടെസ്റ്റിനെ കുറിച്ച് പറയുന്ന മിനസോട്ട, MMPI, CPI പോലുള്ള ഡിഫറെൻ്റ് ആയ ടെസ്റ്റുകളെ കുറിച്ചും
EPQനെ കുറിച്ചൊക്കെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ അതിലടക്കമുള്ള വേറെ ഈ ഇൻട്രസ്റ്റ് ഇൻവെൻട്രി അടക്കമുള്ള നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുന്നതാണ്. ഇൻട്രസ്റ്റ് ഇൻവെൻട്രി അടക്കമുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, വൊക്കേഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള ടെസ്റ്റുകളെ കുറിച്ചും പറയാറുണ്ട്. ഓക്കെ, ദെൻ ഈ ഇപ്പം കഴിഞ്ഞുള്ള 4 സെമസ്റ്ററിനകത്തുള്ള കോർ പേപ്പറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് ദെൻ അതിൽ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഹ്യൂമൻ ഫിസിയോളജി ആൻഡ് ഫിസിയോളജിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ദെൻ ഹ്യൂമൻ ഫിസിയോളജിക്കൽ 4 സെമസ്റ്ററിന് ഓരോ സെമസ്റ്ററിനകത്ത് ഡിഫറൻ്റ് ആയിട്ടുള്ള ബ്രെയിൻ ആയിരിക്കാം, ഹങ്കർ ആൻഡ് തെസ്റ്റ് ആയിരിക്കും, ഡിഫറൻ്റ് ആയിട്ടുള്ള ബോഡി ഫംഗ്ഷൻസിനെ കുറിച്ചും ബ്രെയിൻ ഫംഗ്ഷൻസിനെ കുറിച്ചുള്ള സാധനങ്ങളായിരിക്കും. ദെൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ സ്റ്റാറ്റിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളും ക്വസ്റ്റ്യൻ നേരത്തെ പഠിച്ചതിൻ്റെ അപ്പുറത്ത് വേറെ സ്റ്റാറ്റിയുടെ കുറേ ക്വസ്റ്റ്യൻസ് മീൻസ് നമ്മൾ ടെസ്റ്റുകളും പാരാമെട്രിക് നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ അതുപോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് റിലേറ്റഡ് സാധനങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കും. മീൻസ് നമ്മൾ സെൻട്രൽ ടെൻഡൻസി എന്താണ്, നോർമൽ മൊബിലിറ്റി കർവ് എന്താണ്, അതുപോലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കും സൈക്കോളജിക്സിൽ 4 സെമസ്റ്റർ 1 മുതൽ 4 സെമസ്റ്ററിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന ഏരിയകളാണ്. ദെൻ അടുത്ത കോർ പേപ്പർ ആയിട്ട് വരുന്ന അബ്നോർമൽ സൈക്കോളജിയാണ്. നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോവാണ്. ബേസിക് ആയിട്ടുള്ള സാധനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മീൻസ് ബേസിക്കലി കേരളത്തിലുള്ള മിക്കവാറും സിലബസുകളെല്ലാം തന്നെ ഫോളോ ചെയ്യുന്നത് സാർസനം ബുച്ചറിൻ്റെ ഈ പറഞ്ഞ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് അത് നല്ലപോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അബ്നോർമലിനകത്തുള്ള ഏത് ക്വസ്റ്റ്യൻസ് കേരളത്തെ യൂണിവേഴ്സിറ്റിയിലെല്ലാം നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. ദെൻ അതിനകത്ത് സ്ട്രെസ് ഡിസോർഡർ ആൻഡ് ആങ്സൈറ്റി ഡിസോർഡർ അടക്കമുള്ള സ്ട്രെസ് റിലേറ്റഡ് ഡിസോർഡർ ഈ ഗാഡ് അടക്കമുള്ള അല്ലെങ്കിൽ പറയുന്ന ആങ്സൈറ്റി ഡിസോർഡർ ഒക്കെയാണ് ഒന്നാമത്തെ പറയുന്നത്. ദെൻ ഫോബിയാസ് അടക്കമുള്ള ദെൻ സൊമാറ്റോഫോം ഡിസോർഡർ, സൊമാറ്റിക് സിംപ്റ്റം ഡിസോർഡർ, ഹൈപ്പോകോൺഡ്രിയാസിസ് കൺവേർഷൻ ഡിസോർഡർ അടക്കമുള്ള അല്ലെങ്കിൽ ഡിസോസിയേറ്റ് ഡിസോർഡർ, അതായത് സൊമാറ്റിക് ഡിസോർഡർ, ഡിസോസിയേറ്റ് ഡിസോർഡർ, ദെൻ അതിൻ്റെ കോസൽ ഫാക്ടർ അത് നിങ്ങൾ പഠിക്കണം എന്നില്ല. പക്ഷേ ഈ 2 ഡിസോർഡറുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇതിനകത്ത് ടൈപ്പ് ഓഫ് ഡിസോർഡറെ കുറിച്ച് പഠിക്കാം. ദെൻ പേഴ്സണൽ ഡിസോർഡർ ക്ലസ്റ്റർ ABC എല്ലാ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളും ചോദിക്കാനുള്ള ക്ലസ്റ്റർ ABC പേഴ്സണാലിറ്റി നമുക്ക് ക്ലസ്റ്റർ A, ക്ലസ്റ്റർ B, ക്ലസ്റ്റർ C അതിനകത്തുള്ള 10 പേഴ്സണൽ ഡിസോർഡർ എന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കും. ദെൻ സോഷ്യൽ സൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ ആണ്. സോഷ്യൽ സൈക്കോളജി ഓർത്ത് വെക്കുക. സോഷ്യൽ സൈക്കോളജി എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. നിങ്ങൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയാണ് എക്സാം എഴുതാൻ പോകുന്നെങ്കിൽ നിർബന്ധമായ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ് സോഷ്യൽ സൈക്കോളജി. ദെൻ ഒറിജിനൽ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി ഹിസ്റ്ററി റിലേറ്റഡ് സാധനങ്ങൾ, ഗോഡ് റിലേറ്റഡ് സാധനങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യും ക്വസ്റ്റ്യൻസ് വരും. അതിനകത്ത് ഒന്നാമത്തെ തരം സോഷ്യൽ പെർസെപ്ഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ്, അതായത് സോഷ്യൽ പെർസെപ്ഷൻ അടക്കമുള്ളത് അതായത് നമ്മൾ എന്താണ് സോഷ്യൽ പെർസെപ്ഷൻ, ദെൻ ആട്രിബ്യൂഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ് ഈ 3 ഏരിയകൾ നിർബന്ധമായിട്ട് ഓർത്ത് വെക്കുക. സോഷ്യൽ പെർസെപ്ഷൻ, ആട്രിബ്യൂഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ്. ദെൻ അടുത്തൊരു ഭാഗമാണ് ഗ്രൂപ്പ് റിലേറ്റഡ് ഗ്രൂപ്പ് ആൻഡ് സോഷ്യൽ ഫെസിലിറ്റേഷൻ, സോഷ്യൽ ഇൻഫ്ലുവൻസ് ആൻഡ് കോംപ്ലിയൻസ് ആൻഡ് ഒബീഡിയൻസ് ആൻഡ് കൺഫേമിറ്റി ഈ 3 സാധനങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഏതാണ് പ്രധാനപ്പെട്ട തിയറീസ്, എന്താണ് പ്രധാനപ്പെട്ട കോംപ്ലക്സ് ടെക്നിക്കുകൾ എന്താണ്, ദെൻ സോഷ്യൽ ഫെസിലിറ്റേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആൾക്കാർ ഏതൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട എക്സ്പെരിമെൻറ്റ് എന്തൊക്കെയാണ്, കൺഫേമിറ്റി റിലേറ്റഡ് എക്സ്പെരിമെൻറ്റ് എന്താണ്, മുസാഫ ഷെരീഫ് അടക്കമുള്ള ആൾക്കാരുടെ കോൺട്രിബ്യൂഷനെ കുറിച്ചൊക്കെയാണ് പറയുന്നുണ്ടായിരിക്കാം. ദെൻ ഇന്റർപേഴ്സണൽ ആൻഡ് അട്രാക്ഷൻ ആൻഡ് പ്രോ സോഷ്യൽ ബിഹേവിയർ. ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ എന്നുള്ള ഇന്റർപേഴ്സണൽ റിലേഷനെ കുറിച്ച് സോഷ്യൽ സൈക്കോളജി പറയുന്ന പ്രധാനപ്പെട്ട തിയറികളും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ടെർമിനോളജി സ്റ്റെർബർഗറിൻ്റെ മോഡൽസും. ദെൻ അതിനകത്ത് പ്രോ സോഷ്യൽ ബിഹേവിയർ അടുത്തൊരു ഭാഗം പ്രോ സോഷ്യൽ ബിഹേവിയർ തിയറീസും കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാറുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ റിലേറ്റഡ് തിയറീസും കാര്യങ്ങളും ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ ഡെവലപ്മെൻറ്റ് സൈക്കോളജിയാണ് അടുത്തൊരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ് സൈക്കോളജിക്കകത്ത് പറയുന്നത് എന്താ വെച്ചാൽ ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ് എന്താണ്, ദെൻ ഹിസ്റ്റോറിക്കൽ ഫൗണ്ടേഷൻ ആൻഡ് പ്രധാനപ്പെട്ട തിയറീസ് എന്ന് പറയുമ്പോൾ നിർബന്ധമായി ഓർത്ത് വെക്കുന്ന ഫ്രൂഡിൻ്റെ തിയറീസ്, ഫ്രൂഡിൻ്റെ സൈക്കോ സെക്ഷൽ സ്റ്റേജസ് ആണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സോഷ്യൽ ലേണിംഗ് തിയറി, ദെൻ വൈഗോസ്കിയുടെ തിയറി ആൻഡ് ഹെറിക്സന്റെ തിയറി ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിയറീസ് ആണ് ഇവിടെ പറയുന്നത്. ഓരോ സ്റ്റേജ് തിയറീസിനെ കുറിച്ചാണ് പറയുന്നത്, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കാം. ദെൻ അടുത്തതാണ് ഈ പറയുന്ന പ്രിനാറ്റൽ ഡെവലപ്മെൻറ്റ്. പ്രിനാറ്റൽ ഡെവലപ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. മീൻസ് അത് ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറില്ലെങ്കിലും പക്ഷേ മനസ്സിലാക്കി വെക്കണം എന്താണ് പ്രിനാറ്റൽ ഫെർട്ടിലൈസേഷൻ, ജെർമിനൽ പീരീഡ്, എംബ്രിയോണിക് പീരീഡ് ആൻഡ് ഫീറ്റൽ പീരീഡ് 3 പീരീഡിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ദെൻ ബർത്ത് പ്രോസസ് റിലേറ്റഡ് സാധനങ്ങൾ, ദെൻ മറ്റ് സാധനങ്ങളും ഈ ബർത്ത് കോംപ്ലിക്കേഷൻ എഫക്റ്റ് റിലേറ്റഡ് സാധനങ്ങളൊന്നും പൊതുവെ ചോദിക്കാറില്ല. അത് ക്വസ്റ്റ്യൻസ് വരും. ടെറാറ്റോജൻ അടക്കമുള്ള ഭാഗങ്ങളുണ്ടല്ലോ, ടെറാറ്റോജൻ നമ്മൾ പറയുന്നത് ടെറാറ്റോജൻ അത് ഏത് സ്റ്റേജിലാണ് ഏത് സ്റ്റേജിലാണ് സമയത്താണ് അഫക്റ്റ് ചെയ്യുന്ന കുറിച്ചൊക്കെ സാധനങ്ങളൊക്കെ പൊതുവെ ചോദിക്കാറുള്ളത്. ദെൻ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് അടുത്തൊരു ഭാഗമാണ് ഇമ്പോർട്ടൻ്റ് ഏരിയ. ന്യൂബോൺ റിഫ്ലക്സുകളെ കുറിച്ചുള്ള സാധനങ്ങൾ അല്ലേ, മോറോ ഇതുപോലെ തന്നെ വാബിൻസ്കി റിഫ്ലക്സുകൾ, ഡിഫറൻ്റ് ആയിട്ടുള്ള പാൽമഗ്യാസ് റിഫ്ലക്സ് എന്തൊക്കെയാണ് അത് സാധനം ചോദിക്കാണ്. ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, ദെൻ ഫിസിക്കൽ കണ്ടീഷൻ ഇതൊന്നും നിങ്ങൾ പഠിച്ച് വെക്കേണ്ട ആവശ്യമില്ല, ഇതൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് വരില്ല. ദെൻ റിഫ്ലക്സിനെ കുറിച്ച് നിങ്ങൾ ഓർത്ത് വെക്കാം. ഓക്കെ, ദെൻ അടുത്തൊരു ഭാഗമാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. നിർബന്ധമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ് ഈ പ്രധാനപ്പെട്ട പിയാഷയുടെ തിയറിയാണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് പറയുമ്പോൾ പിയാഷയുടെ തിയറിയാണ് നോക്കേണ്ടത്. ദെൻ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഓൾറെഡി പറഞ്ഞു. ദെൻ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് തിയറീസിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ദെൻ ഷീ മോഡൽ എന്താണ്, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്താണ്, സ്റ്റെർബർഗിൻ്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് മിഡിൽ
നമ്മൾ പൊതുവെ പഠിക്കാത്ത 2-3 സാധനങ്ങളുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പഠിക്കുന്നത് മീൻസ് എൻട്രൻസ് ബേസ്ഡ് ആകുന്ന സമയത്ത് ഈ ഷീസ് മോഡൽ ചിലപ്പോൾ ചോദിക്കുക. ദെൻ സ്റ്റാൻബർഗിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും ക്വസ്റ്റ്യൻ ചോദിക്കുക. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഇതിനകത്ത് ഈ പറയുന്ന പിയാഷയുടെ കൂടെ ഉള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ്? പിയാഷയുടെ തിയറി തന്നെ ആയിരിക്കും കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കാം. ദെൻ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് എന്നുള്ളൊരു പേപ്പർ ഇപ്പോൾ നിങ്ങൾ സൈക്കോളജി പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കും. അതിനകത്ത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കില്ല. പ്രധാനപ്പെട്ട ആ ഒരു അപ്രോച്ചുകളുണ്ടല്ലോ നമ്മൾ സൈക്കോളജി കൗൺസിലിങ്ങിൻ്റെ ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, ഡിറക്റ്റീവ് നോൺ ഡിറക്റ്റീവ് മെത്തേഡ്സ്, അത്രയും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ സോളർ ടെക്നിക്കുകൾ, കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കുകൾ, ഇത്രയും കാര്യങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കും ഹെൽത്ത് കൗൺസിലിംഗ് സൈക്കോളജി ഉണ്ടായിരിക്കുക. ദെൻ ഹെൽത്ത് സൈക്കോളജിക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഹെൽത്തിൻ്റെ സ്ട്രെസ് മോഡലുകൾ, അതുപോലെ തന്നെ ഹെൻസിലിൻ അടക്കമുള്ള ഗ്യാസ് മോഡലുകൾ, ദെൻ പ്രധാനപ്പെട്ട ഒരുപാട് ബയോളജിക്കൽ മോഡൽ, സൈക്കോ സോഷ്യൽ മോഡൽ അടക്കമുള്ള സാധനങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള തിയറീസ് ഉണ്ട് ഈ പറയുന്ന ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് മെയിൻറ്റെയിനിങ് ടെക്നിക്കുകൾ, അതുപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് സാധനങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കും ഹെൽത്ത് സൈക്കോളജി ചോദിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ദെൻ ഹെൽത്ത് സൈക്കോളജി പ്രധാനമായിട്ടും ജസ്റ്റ് നോക്കിയാൽ സൈക്കോളജി ആൻഡ് മൈൻഡ് ആൻഡ് ബോഡി റിലേഷൻഷിപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് മോഡലാണ്. ഈ പറഞ്ഞ ഈഗൻസ് മോഡലൊക്കെ ചോദിക്കാറുണ്ട്, ബയോമെഡിക്കൽ മോഡലും സൈക്കോ സോഷ്യൽ മോഡലൊക്കെ കുറിച്ച്. ദെൻ ഹെൽത്ത് സൈക്കോളജി ആൻഡ് മോഡൽസ് ഓഫ് പ്രിവെൻഷൻ ആൻഡ് തിയറീസ് കേട്ടോ. ഈ തിയറീസ് ഓർത്ത് വെക്കുക. പ്രൊട്ടക്ഷൻ മോട്ടിവേഷൻ തിയറി, ട്രാൻസ്തിയററ്റിക്കൽ മോഡൽ തിയറി ഓഫ് പ്ലാന്റ് ബിഹേവിയർ അടക്കമുള്ളത് ആരാണ് പ്രപ്പോസ് ചെയ്തത്, അതിൻ്റെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്, സ്റ്റെപ്പ് ആയ തിയറി എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ദെൻ സ്ട്രെസ് ആൻഡ് കോപ്പിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. എല്ലാ എക്സാം, ഇനിയുള്ള എല്ലാ എക്സാമുകളും CUT എല്ലാ എക്സാമും ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയാണ് സ്ട്രെസ് ആൻഡ് കോപ്പിംഗ്. അതായത് തിയററ്റിക്കൽ കോൺട്രിബ്യൂഷൻ, സ്ട്രെസ്, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന സിലയുടെ ഈ പറഞ്ഞ ഗ്യാസ്, ഈ ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം, 10B ഫ്രണ്ട് സൈക്കോളജി അപ്രൈസൽ സ്ട്രെസ് കാര്യങ്ങളൊക്കെ എന്ത് ചോദിക്കാറുണ്ട്, ഹെൽത്ത് ചോദിക്കാറുണ്ട് എന്നതാണ്. ആൻഡ് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദ അഡ്വാൻസ് ഇൻ ദ ടെർമിനൽ ഇൽനെസ് എന്നുള്ള ഒരു വലിയൊരു പേരുണ്ട്. പക്ഷേ അതൊന്നും അത് ഡീറ്റെയിൽ ആയി നിർബന്ധമായി പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ഇവിടെ പഠിക്കേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ സ്റ്റേജസ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡൈയിങ്ങിൻ്റെ എലിസബത്ത് കുബ്ലർ റോസിൻ്റെ ആ ഒരു മെത്തേഡ് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക, മനസ്സിലാക്കി വെക്കുക, സ്റ്റെപ്പുകൾ പഠിച്ച് വെക്കുക. അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ അബ്നോർമൽ സൈക്കോളജി 6 സെമസ്റ്ററിനകത്ത് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് സബ്സ്റ്റൻസ് റിലേറ്റഡ് ഡിസോർഡർ, നേരത്തെ പറഞ്ഞു നമ്മളെ ആൽക്കഹോൾ റിലേറ്റഡ് ഡിസോർഡേഴ്സ്, ക്ലിനിക്കൽ ഡിസോർഡർ, ഡ്രഗ് അബ്യൂസ് അടക്കമുള്ള ഈ നാർക്കോട്ടിക്സ് എന്താണ്, ഈ പറഞ്ഞ സ്റ്റിമുലൻ്റ് എന്താണ്, ഡിപ്രസീവ് എന്താണ്, ബാർബിറ്ററീസ് എന്താണ്, അത്രയും സാധനങ്ങളെ കുറിച്ചൊക്കെ ഓർത്ത് വെക്കുക. അതിൻ്റെ ടൈപ്സുകളും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ ഷിസോഫ്രീനിയ വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ, സ്ഥിരമായിട്ട് കാലിക്കറ്റിനകത്ത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏരിയയാണ് സ്കീസോഫ്രീനിയ ടൈപ്സ്, സബ് ടൈപ്പ്, അതിൻ്റെ ഈ പോസിറ്റീവ് സിംറ്റംസും നെഗറ്റീവ് സിംറ്റംസും കാര്യങ്ങളടക്കമുള്ള കാര്യങ്ങളായിരിക്കും സ്കീസോഫ്രീനിയ ചോദിക്കാൻ പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, ദെൻ മൂഡ് ഡിസോർഡർ കൊടുത്ത് ഈ ന്യൂറോട്ടിക് ഡിസോർഡർ, മൂഡ് ഡിസോർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്സ് ഓഫ് മൂഡ് ഡിസോർഡർ, യൂണിപോളർ, ബൈപോളർ ഡിസോർഡറുകൾ, അതിന് ടൈപ്പ് ബൈപോളർ, യൂണിപോളർ ടൈപ്പുകൾ, അത്രയും സാധനങ്ങളൊക്കെ ഈ കോഴ്സിൽ ഫാക്ടറികൾ പഠിക്കാൻ വേണ്ട കേട്ടോ. ഇത്രയും സാധനങ്ങളൊക്കെ എന്തായാലും ഇത് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിനകത്തുള്ള. ദെൻ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. നമ്മൾ ഈ പറയുന്ന ADHD അടക്കമുള്ള അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ, കണ്ടക്ട് ഡിസോർഡർ, എൻ്റെ ഓട്ടിസം, എൻ്റെ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി അടക്കമുള്ള സാധനങ്ങൾ, അതായത് നമ്മളെ ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ പോലുള്ള സാധനങ്ങളെ കുറിച്ചൊക്കെ ഉണ്ടല്ലോ. അത്രയും സാധനങ്ങളൊക്കെ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറുകൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ അവസാനത്തെ ഒരു സോഷ്യൽ സൈക്കോളജിക്ക് 6 സെമസ്റ്റർ പഠിക്കുന്ന ഒരു ഭാഗമാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു ഏരിയ ആണ്. നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള അഗ്രഷൻ റിലേറ്റഡ് ആയ സാധനങ്ങൾക്ക്, അഗ്രഷൻ ആൻഡ് അഗ്രഷൻ തിയറീസ് എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ഓർത്ത് വെക്കുക. അതല്ലാതെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് സോഷ്യൽ സൈക്കോളജി ചോദിക്കാറില്ല. ദെൻ ഡെവലപ്മെൻറ്റൽ സൈക്കോളജി അവസാന സെമസ്റ്ററിന് അല്ല ഈ 6 സെമസ്റ്ററിന് ചോദിക്കുന്നത് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇമോഷൻ, ടൈപ്സ് ഓഫ് ഇമോഷൻ, അതായത് ഏർലി ഇമോഷണൽ ഡെവലപ്മെൻ്റ് ഉണ്ടല്ലോ. ഒരു കുട്ടി അയാളുടെ സ്മൈൽ, ക്രൈയിങ്, ടൈപ്പ് ഓഫ് ക്രൈയിങ്, ടൈപ്പ് ഓഫ് സാധനങ്ങളൊക്കെ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത്, ദെൻ ടെമ്പറാമെൻറ്റ് എന്താണെന്ന് സാധനങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കും ചോദിക്കേണ്ടായിരിക്കും. ദെൻ അറ്റാച്ച്മെൻറ്റ് റിലേറ്റഡ് സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ദെൻ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്താണ്, വൈഗോസ്കിയുടെ സോഷ്യൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബാക്കിയുള്ളതൊന്നും നിങ്ങൾ പഠിച്ചേക്കണം. ഡെവലപ്മെൻറ്റ് ഓഫ് അറ്റാച്ച്മെൻറ്റ്സ് ഇത് ബോൾബിയുടെ എത്തോളജിക്കൽ തിയറി പഠിച്ചു വെക്കുക. ദെൻ ZPD പഠിച്ചു വെക്കണം. ദെൻ മാരൈറ്റൽ ലൈഫ് സ്റ്റൈൽ, ഇതൊന്നും അങ്ങനെ പഠിക്കൽ നിർബന്ധമില്ല, ഇതുവരെ പഠിക്കൽ നിർബന്ധമില്ല. ഓക്കെ, ദെൻ മോറൽ ഡെവലപ്മെൻറ്റ് നിർബന്ധമായിട്ടും പഠിക്കാം. അത് 2 പേരുടെയും പിയാഷയുടെയും കോൾബർഗിൻ്റെയും നിർബന്ധമായി പഠിക്കാം. വൊക്കേഷണൽ ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ എൻട്രൻസ് എക്സാം. അതിന് അത്ര ഡീറ്റെയിൽ ആയി പഠിക്കേണ്ട ആവശ്യമില്ല. ദെൻ ലേറ്റ് അഡൽറ്റ്ഹുഡിനകത്തുള്ളതും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവാറില്ല, ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാറില്ല. ഓക്കെ, ദെൻ അടുത്തൊരു ഏരിയ, ഇത്രയും ഏരിയകളാണ് പ്രധാനമായിട്ടും നമ്മൾ എന്ത് ഈ പറയുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കകത്ത് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ജനറൽ സൈക്കോളജി ആൻഡ് അപ്ലൈഡ് പേപ്പർ വളരെ ഡീറ്റെയിൽ ആയി ക്വസ്റ്റ്യൻസ് വരും. അതിനകത്ത് തന്നെ അബ്നോർമൽ സോഷ്യൽ ഡെവലപ്മെൻറ്റിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്.
ദെൻ ജനറൽ സൈക്കോളജിക്കകത്തുള്ള ഈച്ച് ആൻഡ് എവറി ഏരിയ നിങ്ങൾ ഏത് സിലബസ് എടുത്ത് നോക്കി കഴിഞ്ഞാലും കാലിക്കറ്റിനെ കവർ ചെയ്ത് പോകുന്ന ഒരു സിലബസ് ചിലപ്പോൾ ഉണ്ടായിക്കോളുന്നില്ല. കാലിക്കറ്റ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് സിലബസ് പറയുന്നുണ്ട്. 100 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും MCQ, അതിൽ 20 ക്വസ്റ്റ്യൻ പിന്നെ ഒരു സെലക്ഷന് ശേഷം ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇതായിരിക്കും കാലിക്കറ്റിൻ്റെ ഫോർമാറ്റ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതൊക്കെ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനങ്ങൾ. അതിനകത്ത് നിങ്ങൾ എന്തൊക്കെ പഠിക്കണം സിലബസിനകത്ത് എൻട്രൻസ് വ്യൂ പോയിന്റിനകത്താണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾക്ക് മുന്നിലുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. അതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇവരെല്ലാ ഏരിയയും എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻസ് ഇട്ട് കവർ ചെയ്തെന്നുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എൻട്രൻസിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ MSc അപ്ലൈഡ് സൈക്കോളജി പഠിക്കണം എന്ന് വാശി പിടിക്കുന്ന നിർബന്ധമുള്ള ആൾക്കാർക്ക് ചെയ്യേണ്ട ഏറ്റവും ഏറ്റവും നല്ല ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസ് കൃത്യമായിട്ട് പഠിച്ച് വെക്കുക. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക. വീണ്ടും കൂടുതൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വീണ്ടും കാണുന്നവരെ ബൈ.